നമസ്കാരം. 14 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് മടങ്ങിയെത്തി നടി മധുബാല. ഓർമ്മയില്ലേ അശോകേട്ടൻ്റെ അശ്വതിയെ? ഏതൊക്കെ കഥാപാത്രം മറന്നാലും റോജ എന്ന സിനിമയും റോജയെ അഭിനയിച്ച നടിയെയും മറക്കാൻ ഇടയില്ല നമ്മുടെ മധുബാല. മലയാളത്തിലേക്കുള്ള മധുബാലയുടെ തിരിച്ചുവരവിന് കാരണമാകാൻ പോകുന്നത് ഏത് ചിത്രമാണെന്നറിയണ്ടേ? ബാബുജി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അഭിജിത്ത് ബാബുജി നിർമ്മിച്ച പ്രൊഡക്ഷൻ നമ്പർ 1 എന്ന ചിത്രമാണ് മധുബാലയുടെ മലയാളത്തിലേക്കുള്ള വരവിന് കാരണമാകാൻ പോകുന്നത്. പൂർണ്ണമായും വാരാണസിയിൽ ചിത്രീകരിച്ച ചിത്രത്തിൽ ഇന്ദ്രൻസ്, മധുബാല എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്നു. ഏറെ ശ്രദ്ധേയമായൊരു ഹ്രസ്വചിത്രമുണ്ടായിരുന്നു എൻ്റെ നാരായണിക്ക്. ഓർമ്മയുണ്ടല്ലോ, യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിരുന്ന ഒരു ഹ്രസ്വചിത്രം. എൻ്റെ നാരായണിക്ക് എന്ന ഹ്രസ്വചിത്രത്തിന് ശേഷം വർഷ വാസുദേവാണ് ഈ ചിത്രത്തിൻ്റെയും രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഗോവിന്ദ് വസന്തയാണ് ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം. 2014 പുറത്തിറങ്ങിയ സംസാരം ആരോഗ്യത്തിന് ഹാനികരമെന്ന ചിത്രത്തിലാണ് അവസാനമായി മലയാളത്തിൽ മധുബാല അഭിനയിക്കുന്നത്. RJ ബാലാജി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ശ്രീദേവി എന്ന കഥാപാത്രമായാണ് മധുബാല പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയത്. ദുൽഖർ സൽമാൻ, നസ്രിയ നാസിം എന്നിവരായിരുന്നു ചിത്രത്തിലെ നായകന്മാർ. നസ്രിയ നാസിമിന്റെ രണ്ടാനമ്മയായിരുന്നു ശ്രീദേവി, അതായത് മധുബാലയുടെ കഥാപാത്രം. ശ്രീദേവി എന്നത് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം തന്നെയായിരുന്നു. 1991 അഴകൻ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് മധുബാല തന്റെ കരിയർ ആരംഭിച്ചത്. അതേ വർഷം തന്നെ ഫൂൽ ഓർ കാന്തേ എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിലൂടെ അവർ ഹിന്ദി ചലച്ചിത്ര മേഖലയിൽ അരങ്ങേറ്റം കുറിച്ചു. ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച പുതുമുഖ നടിക്കുള്ള ഫിലിംഫെയർ അവാർഡും ലഭിച്ചു. നീണ്ട 9 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം അവർ സിനിമയിൽ നിന്ന് ഇടവേള എടുത്തു. പിന്നീട് 2013 മധുബാല ചലച്ചിത്ര മേഖലയിലേക്ക് തിരിച്ചു വരുന്നത്. അന്തയ്ക്കുമുണ്ട് ആ തരുവത എന്ന തെലുങ്ക് സിനിമയിലൂടെയാണ് മധുബാല തിരിച്ചു വരുന്നത്. 2025 മധുബാലയെ മലയാളത്തിൽ കാണാനായി പ്രൊഡക്ഷൻ നമ്പർ 1ന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് മധുബാലയുടെ ആരാധകർ. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.